എന്തു പറ്റി? ആ മാഡം, ഞാൻ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് വരാം. ആ അതെ, ഒരു കുപ്പി വെള്ളം. ആ ഹലോ. ആ രമേശാ, ഞാനാടാ സുഭാഷ്. എനിക്ക് മനസ്സിലായണ്ണ. അണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? അതോ ജയിലിൽ നിന്നാണോ വിളിക്കുന്നത്? ഞാൻ പരോളിലാടാ. എന്താണ് കാര്യം? വല്ല വള്ളിക്കെട്ട് കേസ് വല്ലതാണെങ്കിൽ ഇന്ന് പറ്റൂലണ്ണ. എനിക്ക് വേറൊരു ഓട്ടോ ഉണ്ട്. ആ സിദ്ധാർത്ഥ സാറിന്റെ വീട്ടിലോട്ടോ അല്ലേ? ആ അയ്യോ, അണ്ണൻ ഇതെങ്ങനെ അറിഞ്ഞു? ആ ചിന്നാർമുടിയിലോട്ടല്ലേ ഓട്ടം? ഓ, ചിന്നാർമുടിയിലോട്ട്. അല്ല, അണ്ണൻ ഇതെങ്ങനെ അറിഞ്ഞു? വണ്ടിയിൽ MLA മരുമോള് ആ ദേവി ഉണ്ടല്ലേ? ആ അണ്ണ, അതെ, ജോലിക്കാരിയുണ്ട്. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി. അല്ലണ്ണ. ആ പറയണേക്കടാ. ഈശ്വരാ, മീര, നന്ദനും ദേവിക്കും വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് താമസം തുടങ്ങിയെന്നറിഞ്ഞ ആകെ പ്രശ്നമാവുമല്ലോ. ആന്റി, ഹലോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആ ഹായ് ചേച്ചി. ഹായ്. ഞാൻ വന്നത് ആന്റിക്ക് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. മുഖത്തിനൊരു തെളിച്ചക്കുറവ്. തെളിച്ചക്കുറവോ? നിന്നെ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അതിന്റെ ഒരു അത്ഭുത മുഖത്ത്. അപ്പൊ ഹാപ്പിയാണ്? പിന്നല്ലാതെ. അതെന്ത് ചോദ്യോ? നിന്നെ കാണുമ്പോഴല്ല, പേര് കേൾക്കുമ്പോഴേ ഹാപ്പിയാ. പോരെ? ആ എന്നാ പിന്നെ അടുത്ത ചോദ്യം. ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിലേക്ക് താമസം മാറിയ? ഇതെനിക്ക് നന്ദനും വേണ്ടി വെച്ചതല്ലേ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഓണറിന്റെ അനുവാദം വാങ്ങണ്ടേ? ആ എന്താ മറുപടി ഇല്ലേ? ഒരു ഓണറാ ഇങ്ങോട്ട് വീട് മാറാനുള്ള മുൻകൈ എടുത്തത്. ഞങ്ങള് പോലും അറിയാതെ നന്ദന ഒക്കെ സെറ്റാക്കിയത്. അതിരിക്കട്ടെ, ഇങ്ങോട്ട് മാറിയ വിവരം മോളെങ്ങനെയാ അറിഞ്ഞത്? ബലരാമൻ പറഞ്ഞു ആന്റി അച്ഛനെ വിളിച്ചിരുന്നു. ആന്റി ആശുപത്രിയിൽ നിന്ന് തിരികെ വന്ന കാര്യവും ഇവിടെ എന്തോ പൂജ നടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു.